ഹരിപഥത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ തേടിയുള്ള യാത്ര അനന്തമാണ്. അത്തരത്തിലുള്ള ആനന്ദാനുഭൂതികൾ തേടിയുള്ള സഞ്ചാരത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്പുറം ശാന്തി നിലയം ആശ്രമത്തിലെ ആചാര്യനായ തത്വരൂപാനന്ദ സ്വാമിയുടെ സമീപത്താണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ, അതിൽ തന്നെ ഭാഗവതവും പിന്നീട് ജ്ഞാനപ്പാനയും നാരായണീയും ഇതെല്ലാം പകർന്നു തരുന്ന അറിവുകൾ ഭാരതീയ സംസ്കൃതിയോട്, അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയോടൊക്കെ മനുഷ്യനെ അടുപ്പിച്ച് നിർത്തുന്നത് കൂടിയാണല്ലോ. അപ്പോൾ രാമായണത്തിൽ നിന്നും പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, രാമായണം എന്ന വാത്മീകിയാൽ വിരചിതമായിട്ടുള്ള ഒരു പുസ്തകം, അതിൽ പ്രതിപാദിക്കുന്ന കഥ ആധുനിക മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്? മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, രാമൻ ചെയ്തത് ചെയ്യുക, കൃഷ്ണൻ പറഞ്ഞത് ചെയ്യുക. രാമൻ അവതരിപ്പിച്ചത് തന്നെ ഒരു മര്യാദ പുരുഷോത്തമനായിട്ടാണ്. ധർമ്മത്തിൻ്റെ വിഗ്രഹം, ധർമ്മത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് ശ്രീരാമനാണെന്ന് പറയും. അപ്പോൾ രാമായണം തീർച്ചയായിട്ടും ഭാരതത്തിൽ നിന്നല്ല, ലോകത്തിലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് നമ്മൾ ജീവിക്കേണ്ട രീതി എന്നുള്ളത് കൃത്യമായിട്ട് രാമനിൽ കൂടി വാൽമീകി മഹർഷി നമുക്ക് കാണിച്ചു തരികയാണ്. രാമൻ കുട്ടിയായിരിക്കുന്ന രാമൻ, യുവാവായിരിക്കുന്ന രാമൻ, സീതാപതിയായിരിക്കുന്ന രാമൻ, ഇതെല്ലാം കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ രാജാവായിട്ടുള്ള രാമൻ, രാജാവിന് ശേഷം പ്രജകളെയെല്ലാം സംരക്ഷിക്കുന്ന രാമൻ. അപ്പോൾ എല്ലാ തലത്തിലും രാമൻ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം രാമായണം പഠിക്കാനായിട്ട് നമുക്കൊരു അവസരം. രാമായണം പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിക്കുകയല്ല, ഓരോ സംഗതിയും വായിക്കുമ്പോൾ നമ്മളുമായിട്ട് അത് താരതമ്യപ്പെടുത്തി നമ്മൾ ചിന്തിച്ച് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാമായണം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സഹചാരിയായിരിക്കും, സംശയമില്ല. അതായത് ഗുണദോഷങ്ങളെക്കുറിച്ചും ലാഭനഷ്ടങ്ങളെക്കുറിച്ചും സുഖദുഃഖങ്ങളെക്കുറിച്ചൊക്കെ ക്യാരക്ടേഴ്സിലൂടെ തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖം മാത്രമായിട്ടുള്ളൊരു ജീവിതമില്ല, ദുഃഖം മാത്രമായിട്ടുള്ളൊരു ജീവിതമില്ല. നമ്മുടെ ശാസ്ത്രത്തിൽ പറയും, സർവേഷാം പ്രാണിനാം പ്രവൃത്തി സുഖപ്രാപ്തയെ ദുഃഖ നിവൃത്തയേച്ച. എല്ലാ പ്രാണികളും, മനുഷ്യൻ മാത്രമല്ല, ഒരു എറുമ്പ് മുതൽ എല്ലാ പ്രാണികളും ഇവിടെ ജീവിക്കുന്നത് സുഖം എനിക്ക് വേണം, ദുഃഖം എനിക്ക് വേണ്ട. ആത്യന്തികമായിട്ടുള്ള സുഖം എന്താ? അതാണ് രാമനിൽ രമിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള സുഖം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഇതൊരു കഥയുണ്ടെങ്കിലും കഥയുടെ പിന്നിൽ തത്വവും കൂടി, അതിലെ പൊരുൾ അറിഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത് അല്ലേ? അങ്ങനെ പൊരുളറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത മനസ്സിലാവുന്നത്. സ്വാമിജി പറഞ്ഞു, നമ്മൾ താരതമ്യം ചെയ്യണം നമ്മുടെ ജീവിതവും രാമായണ കഥയുമായിട്ട്. ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ നോക്കിയാൽ രാമായണ കഥയിലൊരു ട്വിസ്റ്റിംഗ് പോയിന്റിൽ ഏറ്റവും കൃത്യമായിട്ട് നിർണായകമാകുന്നത് മന്ദരയുടെ ഒരു സാന്നിധ്യമാണ് എന്ന് പറയേണ്ടി വരും. മന്ദരയുടെ വാക്കുകൾ കേട്ട് കൈകേയി ദശരഥ മഹാരാജാവിനെ സമ്മർദ്ദപ്പെടുത്തുകയും അദ്ദേഹം നിസ്സഹായനായി അതനുസരിക്കാൻ നിന്നുകൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നിടത്താണ് ഈ കഥയിൽ കൃത്യമായിട്ടൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നമ്മൾ ആധുനിക ജീവിതത്തിലും മന്ദരയുണ്ട്, കൈകേയിയുണ്ട്, നിസ്സഹായരായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ പോലെയുള്ളവരുണ്ട്. കുടുംബത്തിൽ നോക്കിയാലുണ്ടാവാം, സമൂഹത്തിലുണ്ടാവാം അല്ലേ? രാമനെ പോലെ ത്യാഗം ചെയ്തവരും, ലക്ഷ്മണൻ വനത്തിലേക്ക് പോയപ്പോൾ കാത്തിരുന്ന ഊർമിളയും, രാവണനെ നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന വിഭീഷണനെ പോലുള്ള സഹോദരന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഓരോ കഥാപാത്രങ്ങളും ഇന്നത്തെ ജീവിതത്തിലും എത്രത്തോളം നിലനിൽക്കുന്നു എന്നാണ് അങ്ങയുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഓരോ കുടുംബത്തിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാമനും സീതയും മന്ധരയും എല്ലാവരും ഉണ്ട്. നമ്മൾ നോക്കിയാൽ മതി. ഈ രാമായണ കഥ വായിക്കുമ്പോൾ ഓരോ വീട്ടുകാരും ഞാൻ മന്ധരയാണോ, ഞാൻ സീതയെ പോലെ ആവണോ, രാമനെ പോലെ ആവണോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോരുത്തർ. അത് ചിന്തിക്കാനുള്ള ഒരവസരം നമുക്ക് രാമായണം തരികയാണ്.
നമ്മളെക്കുറിച്ചൊന്ന് താരതമ്യപ്പെടുത്തിയിട്ട് വേണം നമ്മൾ വായിക്കാനായിട്ട്. അങ്ങനെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും രാമൻ നമ്മെ കൂടുതൽ ധാർമ്മികമായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം രാമൻ നമുക്ക് തരും. സീത അതുപോലെ തന്നെ ഒരു പതിവ്രതയായിട്ട് ജീവിക്കാനുള്ള ഒരു 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 പ്രേരണ എല്ലാ സ്ത്രീകൾക്കും ഒരു ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീക്ക് വളരെ വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയെ പൂജിക്കുക എന്നുള്ളതും സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്, സ്ത്രീ എന്നുള്ളതിന് അർത്ഥം തന്നെ ധനം എന്നാണ് ഒരർത്ഥം. സ്ത്രീ സ്ത്രീ. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും രാമായണം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി വായിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ കുറേ ധന്യത തരും. മറ്റൊന്ന്, രാമൻ സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരമായിരുന്നു. അങ്ങനെയുള്ള രാമനും ദുഃഖിച്ചു, രാമനും സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ സുഖവും ദുഃഖവും ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ രാമായണ പാരായണം ഭവനങ്ങളിൽ ഈ കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്, ക്ഷേത്രങ്ങളിലുണ്ട്. ഇപ്പോൾ രാമായണം തന്നെ വിവിധ കാണ്ഡങ്ങളിലായിട്ടാണ് എൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, പിന്നെ ഉത്തരകാന്ഡത്തിൽ കുറച്ചുകൂടെ സവിസ്തരം അതിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങൾ പരാമർശിക്കുന്നുണ്ട്. രാമായണ പാരായണം എങ്ങനെ നിർവഹിക്കണമെന്നാണ് സ്വാമിജിക്ക് പറയാനുള്ളത്? രാമായണം വായിക്കാൻ നല്ല മലയാളം അറിഞ്ഞാൽ രാമായണം വായിക്കാൻ പറ്റും, തെറ്റുകൂടാതെ വായിക്കാനായിട്ട് പറ്റും. ഇനി രാമായണം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ തത്വങ്ങളാണ് നമ്മുടെ ആചാര്യൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അവ്യയൻ, നിരാമയൻ, നിഷ്കിഞ്ചൻ എന്ന ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാം. അനന്തൻ, ആനന്ദസ്വരൂപൻ, നാമങ്ങളെ കൊണ്ടൊരു അർച്ചനയാണ് രാമന് ചെയ്തിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ മലയാളത്തിലുള്ള അധ്യാത്മ രാമായണത്തിൽ ഒരു അർച്ചനയാണ്, മനസ്സിലായി. അപ്പോൾ ഞാൻ ആരെന്നുള്ളത് രാമനിൽ കൂടി നമുക്കറിയാനായിട്ട് പറ്റും. ഈ രാമനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നമ്മൾ അറിയുമ്പോൾ, ഈ നമ്മൾ വായിക്കുമ്പോൾ അത് ഞാനുമായിട്ട് താതാത്മ്യപ്പെടുത്തി വായിക്കുമ്പോൾ അത് വലിയൊരു മറ്റൊരു തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പറഞ്ഞാൽ ഇതുവരെ ഞാൻ ശരീരമാണ് അല്ലേ, ശരീരത്തിൽ നിന്ന് പിന്നെ എവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ ശരീരമുണ്ട്, ശരീരം പോകുന്നു വരുന്നു. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണോ നമ്മൾ ഒരു ദേഹി ഒരു വസ്ത്രം ഉപേക്ഷിച്ച് മറ്റൊരു വസ്ത്രം എടുക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ജീവൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാനിവിടെ കുറേ കാലമൊന്നും ജീവിക്കാനായിട്ട് പോകുന്നില്ല. ക്ഷണപ്രഭാചഞ്ചലമാണ്. അങ്ങനെയുള്ള ഈ ക്ഷണപ്രഭമായിരിക്കുന്ന ഈ ലോകത്തിൽ ശാശ്വതമായിട്ട് ഞാൻ ഇരിക്കും എന്നുള്ള ധാരണ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം. അവിടെയാണ് ഈ അതിമോഹങ്ങൾ, അത്യാഗ്രഹങ്ങളൊക്കെ ആളുകൾക്ക് വളരുന്നത്. അത് ഒഴിവാക്കിയാൽ തന്നെ സമാധാനവും സ്വസ്ഥത ഉണ്ടാവും അല്ലേ? എന്നും ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുവാണ്, മനസ്സിലായില്ലേ? അതായത് ഞാനിവിടെ കുറച്ച് കാലം മാത്രം ഒരു വിസിറ്റിങ്ങിന് വന്നിരിക്കും, ഒരു സന്ദർശനത്തിന് വന്നിരിക്കുന്ന ഒരാളാണ്. ഞാനിവിടെ കുറേ അടക്കി പിടിക്കാനും ഭരിക്കാനും ഒന്നും ഞാനിവിടെ വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം. അതാണ് എന്നാൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാം. ആ ഒരു ത്യാഗബുദ്ധിയുള്ള കഥാപാത്രങ്ങൾ രാമായണത്തിൽ അനേകമുണ്ട്. ഭരതന് ആ രാജ്യത്തിൻ്റെ അവകാശം മുഴുവൻ കിട്ടുമ്പോഴും ഭരതൻ സോദര പാതക പൂജയിലാണ് മനസ്സർപ്പിക്കുന്നത്. അതൊരു വലിയൊരു ത്യാഗ മനോഭാവമാണ്. തീർച്ചയായിട്ടും അതാണ്. അതായത് അവിടെ രാമൻ തൻ്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ ഇരിക്കുമ്പോൾ അനുജൻ അനുജനായിട്ട് തന്നെ ഇരിക്കണം. പിന്നെയും വിവിധ കഥാപാത്രങ്ങൾ, ഇപ്പോൾ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് സുഗ്രീവനോട് ഹനുമാൻ പറയുന്നിടത്താണ് അല്ലെ? ബാലി വധത്തിന് ശേഷം രാമനെ പതിയെ മറന്നുപോയി അലസനാകുന്നു. ശരിക്കും അതിനൊക്കെ പ്രസക്തി ഇന്ന് വലിയ അളവിൽ അതേ വാചകങ്ങൾക്കുണ്ട്. തീർച്ചയായും പലരും പ്രത്യുപകാരങ്ങൾ മറന്ന് ജീവിക്കൂ അല്ലേ? അതായത് ഒരിക്കലും സാധാരണ പറയും, ഒരു നന്ദി ചെയ്തവന് നമുക്ക് എന്തെങ്കിലും ഒരു ഉള്ളത്തിൽ ഓർക്കണം, പല നന്ദി ചെയ്തവൻ്റെ പാദം ചുമക്കണം. അപ്പോൾ ഒരു നന്ദി, നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കണം. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് നമുക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കുന്നു എന്നുള്ള സംതൃപ്തി നമുക്കുണ്ടാവണം. അപ്പോൾ ഈ രാമായണ കാലത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണിത്.
ഞാനൊരു നല്ല വ്യക്തിയായിട്ട് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന നമ്മൾ നടത്തും ദിവസവും. അതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത്, താൻ നിരന്തരം ചെയ്തൊരു കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരിക്കുന്ന ഒരു ഇത് അതിലും വലിയ വേദാന്ത കർമ്മ രഹസ്യമാണ് അവിടെ പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം മാത്രമേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. നമ്മെ സംബന്ധിച്ച് ഈ ഒരു ജീവിതം, ഇപ്പോൾ ഈ ജീവിതത്തിൽ ഈ ഒരു ശരീരം എടുത്തതിന് ശേഷം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നല്ല വ്യക്തികൾ കുറേ ദുഃഖം അനുഭവിക്കുന്നു? എല്ലാവിധത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്തവർ വലിയ ആനന്ദത്തിൽ ജീവിക്കുകയാണ്. അതെന്താണെന്ന് പലവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ ജന്മത്തിൽ അവർ കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റ് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള അവരുടെ നന്മയുടെ റിസൾട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദുഷ്കർമ്മത്തിൻ്റെ കർമ്മം തീർച്ചയായിട്ടും അനുഭവിച്ചേ തീരും. നമുക്ക് അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല. അതാണ് കർമ്മരഹസ്യം. രത്നാകരൻ എന്ന കാട്ടാളൻ ഒരുപാടധികം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് അയാളുടെ വിശ്വാസം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ ഭാര്യയും കുട്ടികളും ഉണ്ടാവുമല്ലോ എന്നാണല്ലോ. അവിടെ വീട്ടിലുള്ളവർ പറയാണ് അതൊക്കെ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കുന്നതായിരിക്കും എന്നുള്ളത്. രത്നാകരനാണ് പിന്നീട് വാത്മീകി മഹർഷിയായത് അല്ലേ? വാത്മീകം എന്ന ഒരു ചിതൽപുറ്റ് പൊട്ടിച്ച് പുറത്തു വന്ന് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്നതുപോലെ നമുക്ക് ഇന്ന് വേണമെങ്കിൽ നിത്യജീവിതത്തിൽ ഉദാഹരിക്കാം അല്ലേ? അവനവന്റെ ഈ അജ്ഞതയുടെ അന്ധതയെ മറികടന്ന് വെളിച്ചത്തിലേക്ക് വരിക. തീർച്ചയായിട്ടും. അതായത് ഇത് ഒരു അലംഘനീയമായിരിക്കുന്ന ഒരു നിയമമാണ്. മനസ്സിലായത്? ഈ ഭഗവത്ഗീതയിൽ പറയേ, നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി എന്ന് പറഞ്ഞാൽ നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് സാധ്യമല്ല. വെറുതെ ഇരിക്കുകയാണെങ്കിലും അത് വലിയ കർമ്മ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക, അങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും നമുക്ക്? അതൊരു കർമ്മമാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്, അതിനും ഒരു ഫലമുണ്ട്. ഈ കർമ്മം വേണ്ടതുപോലെ തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം ചെയ്യും. സംസ്കൃതത്തിൽ വേറൊരു ആപ്തവാക്യമുണ്ട്, അകുർവൻ വിഹിതം കർമ്മം നിന്ദിതഞ്ച സമാചരേ നരപ്രധനമിച്ഛതി എന്നത്. അകുർവൻ വിഹിതം കർമ്മം, തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ തനിക്ക് വിധിച്ചിട്ടുള്ളത് ചെയ്യുന്നില്ലെങ്കിൽ തനിക്ക് വിധിക്കാത്തത് ചെയ്യും. അതായത് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് തനിക്ക് വിധിക്കാത്തത് ചെയ്യേണ്ടി വരും. അതായത് കർമ്മം ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ തീരോ. അപ്പം നമുക്ക് നാം ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യരുതാത്ത ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ അധപ്പതനത്തിന് കാരണം. അപ്പോൾ ചെയ്യേണ്ടതിനെ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടി ഈസി. പലപ്പോഴും ആളുകൾക്ക് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണോ വേണ്ടതെന്ന് കാണിക്കുന്ന ആലസ്യം അതിൻ്റെ ഇരട്ടി മറ്റെന്തോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിക്കും. ഇവിടെയാണ് ഇപ്പോൾ നമുക്കിതിനൊക്കെ നമ്മുടെ വേദത്തിലും ഉപനിഷത്തിലും ഒക്കെ പ്രമാണമുണ്ട്. മനസ്സിലായില്ലേ? വെറുതെ പറയല്ല. തൈത്തിരീയ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. അതിൽ ശിക്ഷാവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ അധ്യായത്തിൽ ആചാര്യൻ ശിഷ്യന്മാരെ ഗുരുകുലത്തിൽ നിന്ന് വീട്ടിലേക്ക് അയക്കുമ്പോൾ ആചാര്യൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ഉപദേശം എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലം ഗുരുകുലത്തിൽ നിന്ന് വന്ന് എല്ലാം പഠിച്ചിരിക്കുന്നു. ഇനി തിരിച്ച് നിങ്ങൾ സമൂഹത്തിലേക്ക് പോകുമ്പോൾ പലതരത്തിലും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്തുള്ള മുതിർന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങളുടെ സംശയ നിവാരണം ചെയ്യണം. നല്ല വ്യക്തി, അത് ഒരു വിധത്തിലും സ്വാർത്ഥ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് പോയി നിങ്ങളുടെ സംശയം നിങ്ങൾ ഉണർത്തിക്കണം. അതിനുള്ള മറുപടി അദ്ദേഹം തരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് പറയും. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം അറിയണമെന്നില്ല. എവിടെയെല്ലാം നമുക്ക് സംശയമുണ്ടോ ആ സംശയമുള്ള സമയത്ത് നമുക്കറിയും എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി നമ്മുടെ സംശയം ഉണർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ളൊരു സമാധാനം ഉണ്ടാകും, കിട്ടും. എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലേക്ക് ഒരു എൻട്രി വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുന്നത് യോഗയിൽ കൂടിയാണ്. യോഗയാണ് അവരുടെ എൻട്രി പോയിന്റ്. ഈ ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞിരിക്കുന്നത്
വേദാന്തം അരച്ച് കുറുക്കി വെച്ചിരിക്കുക. വളരെ ലളിതമായിട്ട്. ഇത് കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ ഗർഭം അല്ലെങ്കിൽ കഴുതത് ചുമന്ന് ഇങ്ങനെ പോകുന്ന പോലെ അല്ലേ? സനാതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാശമില്ലാത്ത ജ്ഞാനപാനയിൽ സനാതന ധർമ്മമാണ് പറഞ്ഞിരിക്കുന്നത്.